നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഈ ഇന്ത്യ ജയിച്ച 2020 ലോകകപ്പ് അക്ഷരാർത്ഥത്തിൽ സഞ്ജു സാംസണിൻ്റെ ലോകകപ്പായിരുന്നു. ഓരോ മനുഷ്യനും ഓരോ ബ്രേക്കിംഗ് പോയിൻ്റ് ഉണ്ട് എന്ന് പറയും അല്ലേ? യഥാർത്ഥത്തിൽ സഞ്ജുവിൻ്റെ കരിയറിലെ ബ്രേക്കിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ 2020 ലോകകപ്പാണ്. അത്രമേൽ നിർണായകമായ വഴിത്തിരിവാണ് ആ കരിയറിൽ സഞ്ജു സാംസണ് ഈ 2020 ലോകകപ്പോടെ ഉണ്ടായിട്ടുള്ളത്. 3 അതിഗംഭീര ഇന്നിങ്സുകൾ, വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് ഇന്ത്യയെ സെമിഫൈനലിൽ എത്തിച്ച നിർണായകമായ 97 റണ്ണിൻ്റെ പുറത്താകാതെ നേടിയ 97 റണ്ണിൻ്റെ ഒരു ഇന്നിങ്സ്. അത് കഴിഞ്ഞ് സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 89 റണ്ണിൻ്റെ ഗംഭീര ഇന്നിങ്സ്. ഇപ്പോൾ ഫൈനലിൽ ഇന്ത്യക്ക് ഏറ്റവും മികച്ച തുടക്കം നൽകിയ 89 റണ്ണിൻ്റെ മറ്റൊരു ഇന്നിങ്സ്. ഇതിന് എന്താ പറയുക, ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്ന വിധം അദ്ദേഹത്തെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് സഞ്ജു സാംസൺ ടീമിൽ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ലോകകപ്പിൽ ഇഷാൻ കിഷൻ അത്രയും ഗംഭീരമായിട്ട് കളിക്കുന്നു. അപ്പോൾ ഓപ്പണിങ്ങിൽ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും, 1 ഡൗൺ തിലക് വർമ്മ, ഇങ്ങനെയൊക്കെയാണ് അത് പോയത്. ആദ്യത്തെ കളികളിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നീട് ഒരു കളിയിൽ അഭിഷേക് ശർമ്മയ്ക്ക് വയ്യാതെ ആയപ്പോൾ ആണ് സഞ്ജുവിന് ഒരു അവസരം കിട്ടിയത്. അതിലും അത്ര മികച്ച കളി കളിക്കാൻ അദ്ദേഹത്തിനായില്ല. 22 റണ്ണാണ് അദ്ദേഹം അടിച്ചത്. പിന്നീട് അഭിഷേക് ശർമ്മ നിരന്തരം സ്ഥിരമായി 3 ഡക്ക് അടിക്കുകയും 3 തവണ തുടർച്ചയായ 3 ഇന്നിങ്സുകളിൽ ഡക്ക് അടിക്കുകയും ഒരു തരത്തിലും ഇന്ത്യക്ക് നല്ല മികച്ച ഓപ്പണിംഗ് കിട്ടാതെ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതും ടീമിൽ ഉൾപ്പെടുത്തുന്നു. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി സഞ്ജു സാംസൺ. അതാണ് കളി. പിന്നെ അങ്ങോട്ടാണ് കളി ഉണ്ടായത്. അത്ര ഗംഭീരമായിട്ടുള്ള 3 ഇന്നിങ്സ്. ഒരുപക്ഷെ എക്കാലത്ത് ഇന്ത്യയുടെ ക്രിക്കറ്റിംഗ് ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച 3 ഇന്നിങ്സുകൾ കളിച്ച് ഈ ടൂർണമെൻറ്റ് ഇന്ത്യക്ക് ഈ കിരീടം ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കളിക്കാരനായി പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു. ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച വഴിത്തിരിവുകളിൽ ഒന്നാണ്, എക്കാലത്തെയും മികച്ച തിരിച്ചുവരവുകളിൽ ഒന്നാണ്. സഞ്ജു സാംസണിൻ്റെ തിരിച്ചുവരവ് ഇനി ക്രിക്കറ്റ് ലോകത്ത് ഒരു മാതൃകയായും അംഗീകരിക്കപ്പെടും. ആരെങ്കിലും ഈ നിലയിൽ നിരാശപ്പെട്ട് മോശം ഫോമിലുള്ള ഒരാളോട് സഞ്ജുവിൻ്റെ കഥ പറഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ഇനി ആളുകൾ ഓർമ്മിപ്പിക്കുക എങ്ങനെയൊക്കെ തിരിച്ചു വരാം, എത്ര ഗംഭീരമായി തിരിച്ചു വരാമെന്ന്. അങ്ങനെ ഇനി വരുന്ന കാലത്ത് ആളുകൾക്ക് മാതൃകയായി പറഞ്ഞു കൊടുക്കാവുന്ന ഒരു തിരിച്ചുവരവിൻ്റെ കഥയായിട്ട് സഞ്ജു സാംസൺ മാറും. അക്ഷരാർത്ഥത്തിൽ ലോകകപ്പ് തുടങ്ങുമ്പോൾ ഒരിക്കലും ടീമിൽ തന്നെ ഉണ്ടാകില്ല എന്ന് കരുതിയ ഒരാൾ ടീമിൽ തിരിച്ചെത്തുകയും പിന്നീട് അങ്ങോട്ട് ആ ടീമിനെ കിരീടം ചൂടിക്കുന്നതിന് നിർണായക പങ്കുവഹിക്കുകയും ചെയ്ത ഒരു കഥയാണ് ഈ 2020 ലോകകപ്പ് സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം. അസാധാരണമായ കരുത്തുറ്റ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു മനുഷ്യൻ, വീണു പോകുന്ന മനുഷ്യർ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാം എന്നതിൻ്റെ ഉജ്ജ്വലമായ മാതൃകയായിട്ട് സഞ്ജു സാംസണിൻ്റെ ഈ തിരിച്ചുവരവ് മാറി. അതിന് അദ്ദേഹം ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഭയോട് നീതി പുലർത്തുന്ന തരത്തിൽ ഇതാദ്യമായി സഞ്ജു സാംസൺ കളിച്ചു എന്ന് നമുക്ക് എല്ലാ ആത്മവിശ്വാസത്തോടെ തന്നെ തല ഉയർത്തി തന്നെ പറയാം. സഞ്ജു സാംസണായ ലോകകപ്പാണിത്, ടൂർണമെൻറ്റാണിത്. അയാളുടെ കരിയറിൽ ഇത്രമേൽ ഗംഭീരമായി അയാൾ കളിച്ചിട്ടുള്ള മറ്റൊരു ടൂർണമെൻറ്റില്ല, മറ്റൊരു കളികളില്ല. അപ്പോൾ ആ അർത്ഥത്തിലെല്ലാം സഞ്ജുവിൻ്റെ ഈ തിരിച്ചുവരവ് ഗംഭീരമായ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ, ലോക ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച തിരിച്ചുവരവുകളിൽ ഒന്നായി രേഖപ്പെടുത്തപ്പെടും. അത് തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് ഇനി ക്രിക്കറ്റ് കളിക്കുന്ന ഓരോ കുട്ടികൾക്കും വലിയ തോതിൽ ഇൻസ്പിറേഷനാണ്, വലിയ തോതിൽ പ്രോത്സാഹനമാണ്, വലിയ തോതിൽ മാതൃകയാണ്. അത് തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ ലോകകപ്പായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും.